You're listening to Club FM with me, RJ 20 Ashmi, because ഇവിടെ മാത്രമേ ഉള്ളൂ ടൺ കണക്കിന് ഫൺ. Club FM Junior RJ, Club FM Junior RJ, Junior RJ, Club FM Junior RJ, presented by പിട്ടാപ്പിള്ളിൽ. ഗൃഹോപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും അത്യാകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ വാവ് സെയിൽ. പവർഡ് ബൈ കുക്ക് ഓഫ്. പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ്. കറികളെല്ലാം ഇനി സ്മാർട്ട് ആണ്. Junior RJ. ഓക്കെ, അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ടീച്ചർമാർ നമ്മളെ പഠിപ്പിക്കും ഇല്ലേ? പഠിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം പഠിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും. കുറച്ച് നേരം TV കാണാം, അല്ലെങ്കിൽ ഗെയിം കളിക്കാം, കുറച്ച് നേരം കളിക്കാം, കൂട്ടുകാരുടെ കൂടെ പുറത്തു പോവാം എന്നൊക്കെ കരുതി നിൽക്കുമ്പോഴാണ് ഹോംവർക്ക് എന്നുള്ളൊരു വില്ലനെ നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു കുട്ടി പ്രശ്നമാണ് ഈ ഹോംവർക്ക്. ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ ഹോംവർക്കിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് സ്റ്റുഡിയോയുടെ പുറത്തുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തൊന്ന് ചോദിച്ചാലോ? കം ഓൺ, ലെറ്റ്സ് ഗോ. അവർക്കൊക്കെ തലയ്ക്ക് വട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ക്ലബ് FM കുട്ടി പ്രശ്നം. ഹോംവർക്കിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്തത് വീണ്ടും വീണ്ടും പഠിച്ചാലല്ലേ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഹോംവർക്കിന്റെ ആവശ്യമല്ലേ? അന്ന് എത്ര പഠിപ്പിച്ചോ അതിന്റെ അത്രയും ഹോംവർക്ക് തരാറുണ്ട്. ഹോംവർക്ക് ഒരു അരമണിക്കൂർ ചെയ്യാനുള്ള ഹോംവർക്ക് നല്ലതാണ്, പക്ഷെ അതിൽ കൂടുതൽ ഹോംവർക്ക് വലിയ ഗുണമില്ലാന്ന് തോന്നും. കാരണം കളിക്കാനും എല്ലാം ഒരു കുട്ടി ചെയ്യണം, എല്ലാം ചെയ്യാൻ പറ്റണം. ഹോംവർക്ക് വേണം, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. ഹോംവർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ദിവസം ഇപ്പം സ്കൂളിൽ പോയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചോ, പക്ഷേ ചില കാര്യമൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഒന്ന് റിവിഷൻ പോലെ നോക്കണം. അല്ലാതെ ഹോംവർക്ക് എപ്പോഴും തരുവാണെങ്കിൽ അതൊരു ബർഡനായി പോകും. അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, ലാബ്, അത് ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട, അടുത്ത ദിവസത്തെ എക്സാം, അതിൻ്റെ കൂടെ ഇത് കുഞ്ഞ് ബർഡനായിട്ടിരിക്കുന്നു. ഹോംവർക്കിൻ്റെ ആവശ്യമൊക്കെ ഇല്ലേ? എന്തോ പിന്നെ പറഞ്ഞാൽ ഇല്ല. നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഇപ്പം ഞാനൊരു പ്രീ സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങൾ ആക്ച്വലി മോണ്ടിസോറി സിസ്റ്റത്തിലാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് പഴയ രീതിയിൽ എഴുത്തോ, അതായത് പണ്ട് നമ്മൾ 1 to 1 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന താഴെ എഴുതി, 2 താഴെ എഴുതി, ഇങ്ങനെയാണ് പഠിച്ചത്. ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല. കാർഡ്, മെറ്റീരിയൽ എല്ലാം വിഷ്വലൈസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് കിട്ടും. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, എല്ലാ കുട്ടികളും നമുക്കിപ്പം വിഷ്വലൈസ് ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ. ചിലർ ഓഡിറ്ററി ആയിരിക്കും, ചിലർക്ക് ടച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എഴുത്തും കിട്ടണം. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ, ഒരുപാട് ലോഡൊന്നും കൊടുക്കണ്ട, ചെറിയ രീതിയിൽ നമുക്ക് ഹോംവർക്കൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു പേജൊക്കെ ഒരു ദിവസം ഹോംവർക്ക് എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഹോംവർക്കിൻ്റെ ആവശ്യം ഇല്ല എന്നായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. ഞങ്ങൾ ഹോംവർക്കിൻ്റെ ആവശ്യമില്ല. പക്ഷെ വലുതായി വന്ന് നമുക്ക് കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് ഇപ്പം തോന്നുന്നു ഹോംവർക്കിൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കാം. അതാണ് ഹോംവർക്കിൻ്റെ ഒരു ഇത്. നമ്മൾ ചോദിച്ച മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഹോംവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഹോംവർക്കിൻ്റെ ശരിക്കും ആവശ്യമുണ്ട് നമുക്ക്. കാരണം അന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ ഹോംവർക്കിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവല്ലേ? രാവിലെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് വൈകിട്ട് വരെ ഓർമ്മ നിൽക്കണം എന്നില്ല. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാൻ ഹോംവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അത് ഓവർലോഡായി പോകരുത്. ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കുറയും. നമ്മൾ സ്റ്റഡീസിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ വേണ്ടേ? കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നല്ലേ? അപ്പോൾ ഓവർലോഡായി പോകരുത്. എങ്കിൽ ഹോംവർക്ക് വേണം എന്നുള്ളതാണ് എൻ്റെയും ഒപ്പീനിയൻ. അപ്പം നമുക്ക് ഹോംവർക്കൊക്കെ തരുന്നത് ടീച്ചേഴ്സ് ആണല്ലോ. അപ്പോൾ അടുത്തതായിട്ടൊരു സർപ്രൈസ് കോളാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ അത് കേൾക്കണമെങ്കിൽ stay tuned, keep listening to Club FM with me, RJ 20 Ashmi, because ഇവിടെ മാത്രമേ ഉള്ളൂ ടൺ കണക്കിന് ഫൺ.